നമസ്കാരം. റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ വേൾഡ് കപ്പിലെ ടീമുകൾ ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. ബ്രസീൽ പോയതിന് തൊട്ട് പിറ്റത്തെ ദിവസം ഇതാ പോർച്ചുഗലും മടങ്ങിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ റെഡ് കാർഡ് കോൺട്രവേഴ്സി, ട്രംപിൻ്റെ ഇടപെടൽ ഒക്കെ നടത്തിയിട്ടും USA വിജയിക്കാൻ പറ്റിയില്ല. റെഡ് കാർഡൊക്കെ മാറ്റി, കളി ജയിക്കാൻ പറ്റിയില്ല. 4 വാങ്ങി പൊട്ടി പോയിട്ടുണ്ട്. അപ്പം നമ്മോടൊപ്പം കളി വിശദീകരിക്കാൻ വേണ്ടി ഫുട്ബോൾ നിരീക്ഷകൻ ഷിഹാബ് സാർ ഉണ്ട്. വെൽക്കം ഷിഹാബ് സാർ. എന്താണ് പോർച്ചുഗലിൻ്റെ ഒരു പ്രകടനത്തെ നമ്മളൊരു തുടക്കത്തിലൊന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയുണ്ടാകും? തോൽവി അനിവാര്യമായൊരു തോൽവി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചെങ്കിൽ പോർച്ചുഗൽ ഇങ്ങനെ പ്രകടനം നടത്തിയാൽ മതിയോ? ഇപ്പോൾ സ്പെയിൻ എന്ന് പറയുന്നത് അവരുടെ ലെഗസിയിൽ ഇപ്പോൾ വേൾഡ് കപ്പ് ഉണ്ട്, യൂറോ കപ്പ് ഉണ്ട്, നിലവിലെ യൂറോപ്യൻ ചാമ്പ്യന്മാരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നേട്ടങ്ങളിലൊക്കെ ആ എക്സ്പീരിയൻസ് കൂടി കടന്നു പോയതാണ്. അപ്പോൾ പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് വേൾഡ് കപ്പ് എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട്, എസ്പെഷ്യലി ക്രിസ്ത്യാനോ റൊണാൾഡോ 6 വേൾഡ് കപ്പ് കളിച്ച് ഇതുവരെ വേൾഡ് കപ്പ് എന്ന് പറയുന്ന സ്വപ്നമായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ഇമോഷൻ. പിന്നെ ഒന്ന് നമ്മുടെ ഡീഗോ ജോട്ട ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡീഗോ ജോട്ടയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് വേൾഡ് കപ്പ് അടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഓർമ്മ ചരമവാർഷിക ദിനത്തിൽ അവർ ഞങ്ങൾ കളിക്കണം, അങ്ങനെ എന്താ പറയുക, ഈ മത്സരം വിജയിക്കുന്ന രീതിയിൽ കളിച്ചു. ക്രൊയേഷ്യയായിട്ട് കളിച്ചിട്ടൊക്കെ നേരിയ മാർജിനിൽ വിജയം ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള ഇമോഷനുകളൊക്കെ പ്രതികരിക്കുക. അത് മാത്രമല്ല, അവരുടെ ഒരു പോർച്ചുഗൽ എന്ന് പറയുന്ന കൺട്രിക്ക് വേൾഡ് കപ്പ് നേടണം എന്നുള്ള രീതിയിൽ ഇൻറ്റൻസിറ്റിയുള്ള പ്രകടനം അവിടെ ഭാഗത്തു നിന്നുണ്ടായോ എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക, സ്പെയിന് കമ്പാരിറ്റീവ് രണ്ടും കളിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പെയിനാണെന്നല്ല കളിച്ചിട്ടുണ്ടായിരുന്നു. പോർച്ചുഗൽ കളിച്ചിട്ടില്ല എന്ന് പറയണില്ല, പക്ഷേ ആ ഒരു ഇൻറ്റൻസിറ്റി ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു സ്പെയിനായിട്ട് ഒരു ഇൻഫ്യൂരിറ്റി, അവർ ഹെഡ് ടു ഹെഡിലൊക്കെ ഞങ്ങൾ അവരിപ്പോൾ എത്തുമോ എന്നുള്ളൊരു തോന്നല കളിച്ചതുപോലെയൊക്കെയുള്ള ഒരു സംഭവം, ആ ഒരു തീവ്രത, ഒരു ഫയർ ഓരിലുണ്ടായിരുന്നില്ല എന്നുള്ളത് എനിക്ക് തോന്നി. തീർച്ചയായിട്ടും. അപ്പോൾ ഇതിൽ ചോദ്യങ്ങളുള്ളത്, കഴിഞ്ഞ കളിയിൽ ടീമിനെ ജയിപ്പിച്ച താരം ഗോൺസലോ റാമോസ്, അദ്ദേഹത്തെ സ്റ്റാർട്ട് ചെയ്യിക്കണ്ട പോട്ടെ, അവസാനം ഒരു 15 മിനിറ്റെങ്കിലും കളിപ്പിച്ചൂടായിരുന്നു, അദ്ദേഹത്തെ ഇറക്കിയതേയില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ കളിയിൽ റാഫേൽ ലിയാവോ കിടിലനായിട്ട് ആ വിങ്ങി കളിച്ചാണ്, അദ്ദേഹം സ്റ്റാർട്ടിംഗ് ലൈനപ്പിലില്ല. അപ്പോൾ കോച്ചിൻ്റെ തീരുമാനങ്ങൾ, ക്രിസ്ത്യാനോയെ എന്തു വന്നാലും മാറ്റില്ല, ഇത്തരം തീരുമാനങ്ങൾ അവർക്ക് തിരിച്ചടിയായില്ലേ? അത് അനാവശ്യമായിട്ടുള്ള ഒരുപാട് റീപ്ലേസ്മെന്റുകൾ. ഇപ്പോൾ ക്യാൻസലോ നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്ന ഒരു ആളെ മാറ്റിയിട്ട് അതിലോട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള വെറുതെ അനാവശ്യമായിട്ടുള്ള, എന്നാലും ആവശ്യമുള്ളിടത്ത് അവിടെ ഇറക്കുന്നില്ല. എന്തിനാണ് ഈ ധീരമായിട്ടുള്ള നടപടികൾക്ക് എന്തിനാണ് ഒരു മാനേജർ എന്ന് പറയുന്നത്? മുപ്പതായിട്ട് ഭാഗത്ത് ഒരുപാട് ഇങ്ങനെയുള്ള തീരുമാനം എടുക്കാനുള്ള ഒരുപാട് അവകാശങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പം എന്നിരിക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ധീരമായിട്ടുള്ള തീരുമാനം എടുക്കാൻ എന്തിനാ മടിക്കുന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ മത്സരങ്ങൾ നോക്കുകയാണെന്നെങ്കിൽ ആദ്യ മത്സരത്തിൽ DR കോങ്കോയായിട്ട് ആക്ച്വലി കളിച്ചോ ചോദിച്ചാൽ ആദ്യ മത്സരമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ പറയുക, ഇങ്ങനെയൊക്കെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞു. രണ്ടാമത്തെ മത്സരം നമ്മൾ ഒപ്പണൻസ് ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ അത്ര സ്ട്രോങ് അല്ലാത്തതുകൊണ്ട് നല്ലൊരു മാർജിനിൽ വിജയം വരികയും ചെയ്തപ്പോൾ അത് അവിടെ കവർ ചെയ്യപ്പെട്ടു. മൂന്നാമത്തെ ഗ്രൂപ്പ് മത്സരത്തിലേക്ക് വന്നപ്പോൾ കൊളംബിയ ഡോമിനേറ്റ് ചെയ്തത് ഓക്കെ. എനിവേ, അപ്പോൾ അത് ആക്ച്വലി എന്ന് പറയാൻ ഞങ്ങൾ കൊളംബിയ എന്ന് പറയും വളരെ സ്ട്രോങ് ടീമാണ് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ വന്നു. ക്രൊയേഷ്യയുള്ള കളിയിലേക്ക് റൗണ്ട് ഓഫ് 32 വന്നപ്പോൾ നേരിയ മാർജിൽ കഷ്ടിച്ച് കടന്നു കൂട്ടുകയാണ് ചെയ്തത്. പക്ഷെ അത് എന്തും വളരെ ബാലൻസ്ഡ് ആയിട്ടൊരു മാച്ച് ആയിരുന്നു, ഒന്നിച്ച് സംഭവിക്കുക എന്നുള്ളതാണ്. പക്ഷെ എന്നിട്ടും ഇതിൽ നിന്നൊന്നും ഒരു കാര്യമായിട്ട് എന്താ പറയുക, ഒരു മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു മാറ്റം വേണമല്ലോ, ആ ഒരു മാറ്റം വേണ്ട രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ കോച്ച് ഇന്നലെ പറഞ്ഞത് ഞങ്ങളുടെ വേൾഡ് കപ്പിലെ ഏറ്റവും കംപ്ലീറ്റ് പെർഫോമൻസ് വന്നത് ഈ കളിയിലാണ് എന്നൊക്കെയാണ്. അത് ശരിയാണ്, അവസാനത്തിലാണ് ആ ഗോൾ വഴങ്ങിക്കൊണ്ട് തോൽക്കുന്നതും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്പെയിനിനെ പോലൊരു ടീം ഇതുവരെ വേൾഡ് കപ്പിൽ ഒരു ഗോളും വഴങ്ങിയിട്ടില്ല. അവർക്കെതിരെ ഗോളടിക്കാൻ 41 വയസ്സുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോയെ മാത്രം ആശ്രയിച്ചാൽ അത് നടക്കുന്ന കാര്യമായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇത് ഒരു പ്രശ്നമാണ്. അതായത് ഈ ഒരു താരത്തെ, അദ്ദേഹത്തെ വിഷമിപ്പിക്കാതിരിക്കുക, ഉള്ള കാര്യം തുറന്നു പറയാലോ, അദ്ദേഹത്തെ വിഷമിപ്പിക്കാതിരിക്കുക, അങ്ങനെ മുന്നോട്ട് പോവുക എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ കോച്ച് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു അനിവാര്യമായ കോച്ച് അല്ലെങ്കിൽ മാനേജർ, ട്രെയിനർ എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു റോബർട്ടോ മാർട്ടിനസ് ഒരു ഫാൻ ആയിട്ട് മാറുന്ന, ആക്ച്വലി എന്താ പറയുക, ക്രിസ്ത്യാനോയുടെ ഫാനായിട്ട് മാറുന്ന, ഫാൻ ബോയ് എന്നുള്ള രീതിയിലേക്ക് മാറുന്നതാണ് പല ആക്ച്വലി എന്താ പറയുക നമ്മൾ കാണുമ്പോൾ മനസ്സിലാകുന്നത്.
ഇപ്പോൾ ഈ ഒരു 4 മൊത്തത്തിൽ 5 മത്സരങ്ങൾ കളിച്ചു. ഈ 5 മത്സരങ്ങളിലെ ക്രൊയേഷ്യക്കുള്ള ഒരു മത്സരത്തിൽ മാത്രമാണ് അത് 10 മിനിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ട ക്രിസ്ത്യാനോ. അപ്പോഴും അദ്ദേഹം ഹാപ്പി അല്ല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ. ഈ മത്സരത്തിൽ ഇപ്പോൾ ഞാൻ വിചാരിച്ചു സർപ്രൈസ് ഇൻക്ലൂഷൻ രീതിയിൽ ഇപ്പോൾ ലൈനപ്പിൽ ഇപ്പോൾ തുടക്കം മാറ്റം ഉണ്ടാവുമോ, കോൺസലാമസ് തുടക്കത്തിൽ ഇറക്കാവോ, ക്രിസ്ത്യാനോ ഒഴിവാക്കാൻ പറ്റുന്ന ചിലപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് ഇറക്കുവോ എന്നുള്ളതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അറ്റ്ലീസ്റ്റ് ഗോൾ അടിക്കാതിരുന്നപ്പോൾ സെക്കൻഡ് ഹാഫിലെങ്കിലും തുടക്കത്തിൽ ഇറക്കുമെന്നൊക്കെ വിചാരിച്ചു. എന്തിനാണ് അങ്ങനെ? ആക്ച്വലി എന്താ പറയുക, നമുക്ക് വിചാരിക്കുന്നു ഇപ്പോൾ റോബർട്ടോ മാർട്ടിനസ് പറയുന്ന ഒരു ന്യായീകരണം എന്ന് പറയുന്നത് ഇപ്പോൾ ടീമിന്റെ ഏറ്റവും മികച്ച ഗോൾ സ്കോറർ എങ്ങനെ മാറ്റി നിർത്തും, എങ്ങനെ ഒഴിവാക്കും എന്നുള്ളതാണ്. ഓക്കെ, അത് അംഗീകരിക്കാം. ഇപ്പോൾ ക്രിസ്ത്യാനോ എന്ന് പറയുന്നത് ഒരു 35 വയസ്സിലാണെന്നുണ്ടെങ്കിൽ 35 വയസ്സിലും ക്രിസ്ത്യാനോ നല്ല ഫിസിക്കലി നല്ല ഷേപ്പിലുണ്ടായിരുന്ന ആളാണ്, നല്ല കളിച്ചിട്ടുണ്ടായിരുന്നതാണ്. ആ സമയത്തിലാണെങ്കിൽ നമുക്ക് അംഗീകരിക്കാം. കാരണം ക്രിസ്ത്യാനോ എന്ന് പറയുന്നത് നല്ല ഷേപ്പിലാണ്, നല്ല ഫിസിക്കാലിറ്റി ഒക്കെ ഉള്ളതാണ്. പക്ഷേ ഈ ഒരു എല്ലാവർക്കും വളരെ പകൽ പോലെ വ്യക്തമായ സംഭവമാണ്. ക്രിസ്ത്യാനോയുടെ മൂവ്മെന്റ് വളരെ റെസ്ട്രിക്ട് ചെയ്യപ്പെട്ടിട്ട് എത്രത്തോളം കളിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതൊക്കെ കുറച്ച് കഴിയുമ്പോഴേക്കും ആ ഒരു പോച്ചർ എന്നുള്ള റോളിൽ മാത്രം, ബോക്സിൽ മാത്രം നിന്നിട്ടുള്ള കളി മാത്രമാണ് ഇപ്പോൾ നിലവിൽ പറ്റുന്നത്. പക്ഷെ ഇങ്ങനെ ഇരിക്കെ ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ല ഫിസിക്കലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള വേറെ റീപ്ലേസ്മെന്റ് ഉണ്ടായിരിക്കെ എന്തിനാണ് ക്രിസ്ത്യാനോ ഇങ്ങനെ ഫുൾ സമയം ഇങ്ങനെ കളിപ്പിക്കണമെന്നുള്ള അതാണ് അതിലെ ചോദ്യം. അത് മാത്രമല്ല, കഴിഞ്ഞ കളി ഗോൾ അടിച്ച ഒരാളായിട്ട് പോലും അയാൾ ഇറക്കുന്നില്ല. അയാൾക്ക് 4 ഗോളുകൾ നോക്കൗട്ടിലുണ്ട്. ക്രിസ്ത്യാനോക്ക് ഒറ്റ ഗോളാണ് അത് കഴിഞ്ഞ പെനാൽറ്റിയിലൂടെ കിട്ടിയതുമാണെന്നുള്ള. അപ്പം ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ് പോർച്ചുഗലിൻ്റെ ഈ ഒരു പുറത്താവലിനുള്ള പ്രധാന കാരണം എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം ഈ റൗണ്ട് ഓഫ് 32 അവർക്ക് ക്രൊയേഷ്യ, റൗണ്ട് ഓഫ് 16 ഇപ്പം സ്പെയിന്. ഇനിയിപ്പോൾ അഥവാ ഇത് ജയിച്ചിരുന്നെങ്കിൽ അടുത്ത ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയം വരുമായിരുന്നു. അതും കഴിഞ്ഞ ഫ്രാൻസ്. ഇപ്പം ഈ പാത്ത് വളരെ കഠിനമായി എന്നും പറഞ്ഞ് കുറേ പരാതി പലരും പറയുന്നത്. ഈ പാത്ത് കഠിനമാകാനുള്ള കാരണം എന്താണ്? ഗ്രൂപ്പിൽ 2ാം സ്ഥാനത്തായി പോയതുകൊണ്ടാണ്. കോങ്കോക്കെതിരെയുള്ള ഒരു കളി സമനില ആയിടത്താണ് പോർച്ചുഗലിൻ്റെ വിധി ആകെ മാറ്റി എഴുതപ്പെട്ടത്. അല്ലായിരുന്നെങ്കിൽ ഇപ്പം ഘാന ആവുമായിരുന്നു റൗണ്ട് ഓഫ് 32, പിന്നെ സ്വിറ്റ്സർലൻഡ് വരുമായിരുന്നു റൗണ്ട് ഓഫ് 16. അങ്ങനെ പിന്നെ ഒരു ക്വാർട്ടർ ഫൈനലിൽ ഒരു പക്ഷേ അർജന്റീന വരുമായിരുന്നു. അത് ഏറ്റവും ചുരുങ്ങിയത് ഈ 2 ഘട്ടങ്ങളെങ്കിലും അത്ര ബുദ്ധിമുട്ടില്ലാതെ പോകാമായിരുന്നു. അങ്ങനെ പോയാൽ ടീം ഒന്നുകൂടി ഇവോൾവ് ആവുകയും ചെയ്യായിരുന്നു. കോച്ച് ഇന്നലെ പറയും, റോബർട്ടോ മാർട്ടിനസ് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത് ഷെയ്മാണ് ഈ കളി ഇപ്പോഴേ വന്നത്, ഇത് ഫൈനലിൽ വരേണ്ട കളിയാണ്, ഈ കളി ഇങ്ങനെ വരുത്തിയത് നിങ്ങളൊക്കെ കൂടിയാണ് ഭായി. ഒരു ടീം ഇപ്പോൾ ഒരു വേൾഡ് കപ്പ് പോലെയുള്ള വലിയൊരു വേദിയിൽ അത് നേടണം എന്ന് ആഗ്രഹിക്കുന്ന ടീമുകൾ, ഇപ്പം ഞങ്ങൾക്ക് പ്രീ ക്വാർട്ടർ ഫൈനലിൽ ഇങ്ങനെ ടീമാണ്, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ടീമുകളുണ്ട്, ഇന്ന് നിൽക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരെന്താ ചെയ്യേണ്ടത്? ഗ്രൂപ്പ് സ്റ്റേജിൽ ചാമ്പ്യന്മാരാകണം എന്നുള്ള രീതിയിലുള്ള ആ രീതിയിലുള്ള കളി കെട്ടഴിക്കണം. അപ്പോൾ എന്നിട്ട് ഗ്രൂപ്പ് ചാമ്പ്യൻസ് ആകാൻ ഡിറ്റർമിനേഷനോട് കളിക്കണം. എന്ത് വന്നിരുന്നാലും ഇപ്പോൾ കൊളംബിയ തോൽപ്പിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. DR കോങ്കോനായിട്ട് ആ കളിയല്ല കളിക്കേണ്ടിയിരുന്നു. ഇപ്പൊ എന്ത് കളി കളിച്ചിട്ടും ആ ഗ്രൂപ്പിൽ ചാമ്പ്യൻസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള പാത്ത് വേണമെന്നെങ്കിൽ മാറ്റായിരുന്നു. ഇപ്പോൾ നമ്മള് അർജന്റീനക്ക് കേബോർത്തായിട്ട് കിട്ടാനുള്ള കാരണം എന്താണ്? അവരെ ഗ്രൂപ്പിലേക്ക് ചാമ്പ്യൻസ് ആയതുകൊണ്ടാണ് ഒന്നുകൂടി താരതമ്യേന അർജന്റീനയുടെ കാര്യത്തിൽ ഒന്നുകൂടി താരതമ്യേന എളുപ്പമായിട്ട് മാറിയത്. അത് മാറണില്ല, അത് ഒരുപക്ഷെ ചിന്തിക്കണില്ല. ഒരുപക്ഷെ ഗ്രൂപ്പ് അർജന്റീന സെക്കൻഡ് ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒന്നുകൂടി കഠിനമായിട്ടുള്ള പാത്താവുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഇങ്ങനെയുള്ള മറുവശങ്ങളുണ്ട്. ഇതൊന്നും ആലോചിക്കാതെയാണ് പറയുന്നത്, തർക്കങ്ങളിലേക്ക് പോകുന്നത്. അപ്പൊ ഇതില് ഒരു ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലേ? ഇപ്പോൾ അവസാനത്തെ നമ്മുടെ ബെർണാഡോയുടെ ഹെഡർ ചെറിയ വ്യത്യാസത്തിലാണ് പോയത്. പിന്നെ മെൻഡസിന്റെ ഷോട്ടാണെന്ന് തോന്നുന്നു ആ ബാറിലടിച്ചത്, ഡിഫ്ലക്റ്റഡ് ആയി പോയിട്ട് ബാറിലടിച്ചത്. അങ്ങനെയൊക്കെയുള്ളൊരു ലക്ക് ഫാക്ടർ കൂടി ഈ പോർച്ചുഗലിന്റെ പുറത്താകലില്ലേ? അല്ല, പുറത്താകൽ എന്ന് പറഞ്ഞെങ്കിൽ ബെർണാഡോ സിൽവയുടെ എന്ന് പറയുന്നത് ഇപ്പോൾ ഇഞ്ചുറി ആഡ് ഓൺ ടൈമിൽ അവസാനം വരുന്നത്, അത് ഒരുപക്ഷെ ഒരു പ്രഷറാണ്. അത് വരുന്നതിൽ കൂട്ടപ്പൊരിച്ചൽ സാധാരണഗതിയിലൊക്കെ ഉണ്ടാകുന്നതാണ്. അതുണ്ടാവുക കാരണം വെച്ചെങ്കിൽ അതവരുടെ സർവൈവലിന്റെ വിഷയമാണ്. അപ്പോൾ ഈ സർവൈവൽ സമയത്ത് എങ്ങനെയെങ്കിലും ഗോൾ അടിക്കാനോ ബോക്സിലേക്ക് ഇട്ടാനോ ഒക്കെ തട്ടിക്കാനൊക്കെ തന്നെ ശ്രമിക്കുക. ആ സമയത്തിൽ ചിലപ്പോൾ അവസാന സെക്കൻഡുകൾ ഗോൾ വരുന്നത് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം അങ്ങനെ തന്നെ ഉണ്ടാവുക. അപ്പോൾ പിന്നെ എന്താ പറയുക, ഇപ്പോൾ റാഫേൽ നമ്മുടെ ആരടിച്ചപ്പോൾ നമ്മുടെ ന്യൂനമെന്റസ് അടിച്ചത് ഡിഫ്ലക്റ്റഡ് ഷോട്ടാണ്. ഡിഫ്ലക്റ്റഡ് ആണ്, ബാറിൽ അടിക്കുന്നത് അങ്ങനെയാണ്. പിന്നെ അതുപോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തുടക്കം മുതലേ ഇപ്പോൾ സ്പെയിൻ്റെ ഭാഗത്തു നിന്ന് കുറഞ്ഞ ചാൻസുകൾ ഉണ്ടായിരുന്നു, നല്ല ചാൻസുകളുണ്ട്. ഇപ്പോൾ ഓയർസബാലിന്റെ തുടക്കത്തിൽ തന്നെ ഒരു ചാൻസ് സിംപ്ലി ഫിനിഷ് ചെയ്ത് മാത്രമല്ല അത് വേസ്റ്റ് ആക്കുകയാണ് ചാൻസ്. ഓഫ് ആകുമോ എന്നുള്ള രീതിയിലൊക്കെ നല്ല വ്യത്യാസത്തിൽ പോകുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നല്ലൊരു
ഡിഗോ കോസ്റ്റ ഡബിൾ സേവ് അടുപ്പിച്ചു. അതിൽ രണ്ടാമത്തെ ഷോട്ട് നല്ല ഷോട്ടാണ്, അസാധ്യമായിട്ടുള്ള സേവ് ആയിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള സേവ് ഒരു ഭാഗത്തുണ്ടായിരുന്നു. ചാൻസുകൾ തോന്നുന്നു ഒന്നും കൂടി വ്യക്തമായിട്ട് ഗോളെന്ന് ഉറച്ച ചാൻസുകൾ ഒന്നുകൂടി കൂടുതൽ സ്പെയിൻ്റെ ഭാഗത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പോർച്ചുഗലിന് കിട്ടിയിട്ടുണ്ട്, ആ കിട്ടിയ ചാൻസുകൾ ഗോളായിട്ടില്ല എന്ന് മാത്രം. പിന്നെ ഈ പൊസഷന് സ്പെയിൻ്റെ ഭാഗത്ത് കുറച്ചുകൂടി കൺട്രോൾ ചെയ്തിരുന്നു. പൊതുവെ കളി ഒന്നുകൂടി പെട്ടെന്ന് പൊസസ് ചെയ്തിട്ടുള്ളത്. പോർച്ചുഗലിന്റെ ഭാഗത്ത് ഞാൻ പറഞ്ഞ പോലെ അവരുടെ ഒരു ഇന്റന്റ് അവരുടെ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഒരു ജയിച്ചേ തീരൂ എന്നുള്ള രീതിയിൽ ഉണ്ടാകുന്ന, അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നപ്പോൾ സ്പെയിനും പോർച്ചുഗലൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഒന്നുകൂടി വെറും വാശിയൊക്കെ കളി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതിലുള്ളത് വളരെ ഹീറ്റഡ് ആയിട്ടുള്ള ഒരു ഇതുണ്ടാകും എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ആ രീതിയിലേക്കൊരു കളി വന്നിട്ടുള്ളതുണ്ട്. വളരെ കൂളായിട്ട് സ്പെയിൻ എനിക്ക് തോന്നുന്നു ഒന്നുകൂടി കൂളായിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഒന്നൊരു കോൺഫിഡൻസിൽ ഞങ്ങൾക്ക് അവസാനം ഒരു ഗോളൊക്കെ അടിക്കാൻ പറ്റും എന്ന രീതിയിലാണ്. പക്ഷെ ഇവരുടെ ഭാഗത്തുനിന്ന് ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ പ്രകടമായിരുന്നോ, ഒരുപാട് ഘടകങ്ങൾ ഉണ്ടായിരുന്നൊക്കെ സംശയം ഉണ്ടെന്ന് പമ്പ പറഞ്ഞില്ല. ഇപ്പോൾ ഇതിലൊരു പ്രധാനപ്പെട്ട ഘടകം ടീമിലെ ഒരു ഘടന ക്രിസ്ത്യാനോയുടെ മുന്നിലുണ്ട്. ഇപ്പോൾ ഈ പ്ലെയേഴ്സിനെ, ഇപ്പോൾ മറ്റുള്ള പ്ലെയേഴ്സിന് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഇപ്പോൾ പോർച്ചുഗലിൻ്റെ മിഡ്ഫീൽഡ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള വളരെ ഹൈലൈറ്റഡ് പ്ലെയേഴ്സൊക്കെ അടങ്ങുന്നതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ക്രിസ്ത്യാനോക്ക് ബോൾ എത്തിച്ചിടേണ്ട അവസരങ്ങളുണ്ടായിരുന്നു, അർദ്ധാവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ചാൻസ് അടിക്കാനുള്ളത് ഇപ്പോൾ സൈമോൺ രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്നു. ടൈറ്റാണ്, പക്ഷെ അത് രക്ഷപ്പെടുത്തിയത്. പക്ഷെ ക്രിസ്ത്യാനോന്റെ വളരെ പ്രൈമിലൊക്കെ ആണെങ്കിൽ അങ്ങനെ അല്ല ഷോട്ട് വരിക. പവർ വളരെ കുറഞ്ഞിട്ടുണ്ട്, ഷോട്ടുകൾക്ക് പവർ കുറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചാൻസുകൾ, അതായത് ഇപ്പോൾ എനിക്ക് തോന്നിയുള്ള സംഭവം കേട്ടോ, ക്രിസ്ത്യാനോക്ക് ഗോൾ കൊടുക്കാൻ മടിയുണ്ടോ താരങ്ങൾക്ക്? എന്തുകൊണ്ടെന്ന് വെച്ചെങ്കിൽ ക്രിസ്ത്യാനോ റിലയബിൾ അല്ലേ എന്നുള്ളത് കൊണ്ട്, അത്ര പഴയതുപോലെ റിലയബിലിറ്റി ഇല്ല കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നുള്ള സംശയം കൊണ്ട് ഞാൻ അങ്ങനെ കൊടുക്കാതെ. പക്ഷെ കിട്ടിയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ക്രിസ്ത്യാനോക്ക് ബോൾ കിട്ടിയിട്ടുണ്ട്, പക്ഷെ എപ്പോഴും ഇങ്ങനെ മുഴുവൻ സമയം കൊടുക്കാനും പറ്റൂല, അങ്ങനെയുണ്ട്. അദ്ദേഹത്തിനോടൊപ്പം 2 ഡിഫൻഡർമാരും ഉണ്ടാവാറുണ്ടല്ലോ പല കളികളിലും. അപ്പം അതുകൊണ്ട് കൂടിയുള്ള ഒരു പ്രശ്നം ഉണ്ടാവാം. ഇനി നമ്മൾ സ്പെയിൻ്റെ ഭാഗത്തേക്ക് വന്നാൽ, സ്പെയിന് ഇപ്പം ഹോട്ട് ഫേവററ്റുകൾ എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് ഇതിപ്പം അവസാന നിമിഷത്തിലേക്കാണല്ലോ അവിടെ വിജയിച്ചായിരുന്നത്. സ്പെയിൻ്റെ കളി ഉണ്ടോ? അവർ ഇപ്പോൾ സെമി ഫൈനലിലേക്കൊക്കെ അവർ പോവുകയാണെങ്കിൽ, അപ്പോൾ ബെൽജിയമാണ് ഇപ്പോൾ എന്തായാലും ക്വാർട്ടർ ഫൈനൽ, സെമിയിലേക്ക് എത്തുകയാണെങ്കിൽ ഒരു പക്ഷേ ഫ്രാൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതിന് മാത്രമൊക്കെ സ്പെയിൻ ഉണ്ടോ? അല്ല, അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ പോർച്ചുഗലിൽ ഇപ്പോൾ ഈ കളിയൊക്കെ വരികയാണെങ്കിൽ വലിയ മാർജിനിലൊന്നും വിജയം ഉണ്ടാകില്ല. ഒരു ഗോള് അല്ലെങ്കിൽ ചിലപ്പോൾ ഗോൾ ഡൈ സമനിലാവാം, ഒരു പക്ഷേ ഷൂട്ട് ഔട്ടിലേക്ക് പോകാം, ഇങ്ങനെയൊക്കെ വരാറുണ്ട്. ചിലപ്പോൾ ഗോളുകൾ അങ്ങനെ നിരന്തരമായിട്ട് കുറേ ഗോളുകൾ വരണമെന്നില്ല. അപ്പോൾ 2010 ഇപ്പോൾ സ്പെയിന് ഗോളടിച്ച് വേൾഡ് ചാമ്പ്യൻസ് ആയത് ഇങ്ങനെ വളരെ കുറഞ്ഞ ഗോൾ അടിച്ചിട്ടാണ്. ഗോളുകൾ ചിലപ്പോൾ ഉണ്ടാവണം, കൂടുതലായിട്ട് ഉണ്ടാവണം എന്നൊന്നുമില്ല. പക്ഷെ സ്പെയിൻ്റെ അടുത്ത് ബോൾ കൺട്രോൾ, കളിയുടെ ഒരു നിയന്ത്രണം സ്പെയിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. അത് ഇന്നലെ നമുക്ക് കണ്ടിട്ട് ഇങ്ങനെ മനസ്സിലാകും. പോർച്ചുഗൽ കളിച്ചിട്ടില്ല എന്നുള്ളതല്ല, പക്ഷെ പോർച്ചുഗൽ ആ കളി പോരാ. സ്പെയിൻ്റെ മറ്റൊരു പോസിറ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ അവർ ഗോൾ വഴങ്ങുന്നില്ല എന്നുള്ളതാണ്. ഗോൾ വഴങ്ങിയില്ലെങ്കിൽ നിങ്ങൾ കളി തോൽക്കൂല എന്നുള്ളതാണ്. കോച്ച് ആഞ്ചലോട്ടി ബ്രസീൽ ടീം പുറത്തായെങ്കിലും അദ്ദേഹം എപ്പോഴും പറയാറുണ്ടായിരുന്നൊരു കാര്യമാണ്, ആരാണോ വേൾഡ് കപ്പ് അടിക്കുക ആ ടീം ഏറ്റവും കുറച്ച് ഗോൾ കൺസിഡർ ചെയ്യുന്ന ടീം. സ്പെയിൻ്റെ ഏറ്റവും വലിയൊരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് അവർക്ക് ബോൾ പൊസഷൻ്റെ കാര്യത്തിൽ വളരെ കോൺഫിഡൻസ് അവർക്കുണ്ട് എന്നുള്ളതാണ്. ബോൾ നിയന്ത്രിക്കുക, എങ്ങനെയെങ്കിലും ബോൾ പാസ് ചെയ്തിട്ട് ഏത് കളി വന്നിട്ടുണ്ടെങ്കിലും ഒരു പൊസഷൻ എന്ന് പറയുന്നത് അതിൽ ഒരു ആക്ച്വലി എന്താ പറയുക ഡോമിനൻസ് സ്പെയിൻ്റെ ഭാഗത്തുണ്ടാവും. ആ കാര്യത്തിൽ അവർക്കുണ്ട്. ഗോളടിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ എന്ന് പറയുന്നത് ഈ കളികൾ ചിലപ്പോൾ നേരിയ മാർജിനിലൊക്കെ ആയിരിക്കും ജയിക്കുന്നത്, പക്ഷെ കളി നിയന്ത്രിക്കുന്ന പലപ്പോഴും. തീർച്ചയായിട്ടും. അപ്പോൾ ഇന്ന് രാവിലെ നടന്ന ഒരു കളിയുടെ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ വരുന്നു. അതായത് ആ റെഡ് കാർഡ് ഒരു വലിയ വിവാദമായി. അത് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് വന്നതുകൊണ്ടാണ്. ഒരിക്കലും ഫുട്ബോളിൽ വരാൻ പാടില്ലാത്ത യുവേഫ തന്നെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇറക്കി ഫിഫക്കെതിരെ, ഇത് അതിർവരമ്പ് ലംഘിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയൊക്കെ ചെയ്തിട്ടും USA ജയിക്കാൻ പറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല, വമ്പൻ മാർജിനിലാണ് തോൽക്കുകയും ചെയ്തത്. ഇത് USA തോൽക്കേണ്ടത് ഫുട്ബോളിന് ആവശ്യമായിരുന്നില്ലേ? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞില്ല, നമ്മളതൊരു അങ്ങനെയുള്ള ഇൻ്റർവെൻഷൻസ് എന്നൊക്കെ പറയുന്നത് വളരെ ഡേർട്ടി ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളമൊക്കെ നമ്മളിപ്പോൾ പലപ്പോഴും അർജന്റീനയുടെ കാര്യത്തിൽ, മെസ്സിയുടെ കാര്യത്തിലൊക്കെ ഫിഫ ബോയ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇടപെടൽ എന്നൊക്കെ ഇതിലൊക്കെ പറയാറുണ്ട്. അതൊക്കെ വെറുതെ ഒരു കാര്യമില്ലാതെ പറയുന്നതാണ്. ഇങ്ങനെ ഒരു സംഭവം വെച്ചെങ്കിൽ അത് ആക്ച്വലി എന്ന് പറയുന്നത് നമ്മൾ ഷോക്കിംഗ് ആണ്.
ഇങ്ങനത്തെ ഒരു ഇടപെടൽ. പിന്നെ ഞാൻ വാർത്തകൾ വായിച്ചപ്പോൾ എന്താ പറയാ, ഇങ്ങനെ കാര്യത്തും അത് ആ റെഡ് കാർഡ് കിട്ടാനുള്ള ഫൗളായിരുന്നില്ല എന്ന് ട്രംപിനെ കുറിച്ച് പറയുന്ന കോട്ട് ചെയ്യപ്പെട്ട സംഭവങ്ങൾ വായിച്ചപ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ ഒരു ഇടപെടല് എന്നുള്ളത് വളരെ ഷോക്കിംഗ് ആണ് സത്യം പറഞ്ഞത്. അതിന് വീഡിയോ ഉണ്ട്, ഇന്നലെ വൈറ്റ് ഹൗസിലാണ് മാധ്യമങ്ങളോട് പറഞ്ഞത് അത് റെഡ് കാർഡ് കിട്ടാനുള്ള ഫൗളല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കളി നന്നായിട്ട് മനസ്സിലാവും എന്ന് പറഞ്ഞ ആളെന്നെ പറയുന്നുണ്ട് റെഡ് കാർഡ് എന്താ നിങ്ങൾക്ക് അറിയില്ല, റെഡ് കാർഡ് കൊണ്ട് ആള് പുറത്താവുന്ന അറിയില്ല എന്നൊക്കെ. അപ്പൊ ഇതൊന്നും അറിയാത്ത ഒരാള് ഫിഫ പ്രസിഡന്റിനെ വിളിക്കുന്നു, എന്നിട്ട് അയാൾ പറഞ്ഞു ഞാൻ ഫിഫ പ്രസിഡന്റിനെ വിളിച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് റിവ്യൂ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു എന്ന് പറയുമ്പോ പിന്നെ ഫിഫയുടെ ഇന്റഗ്രിറ്റി എന്താണ്, ഈ വേൾഡ് കപ്പിന്റെ സുതാര്യത എന്താണ്? അല്ല, ഇങ്ങനെ അത് റിവൈസ് ചെയ്യപ്പെട്ടത് അമേരിക്കയുടെ USA കളിയിൽ അത് റിഫ്ലക്ട് ചെയ്തിട്ടില്ലല്ലോ. എന്ത് കളിയാ അത് ഇന്നലെ തന്നെ കോട്ടോ പറയുന്നുണ്ട്, ബലോഗൺ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് ഒരുപോലെയാണ് പറയുന്നത്. ഗോള് വഴങ്ങിയതിന് ശേഷം ഒന്ന് തിരിച്ചു വരാനുള്ള കപ്പാസിറ്റി പോലും ഇല്ല, ഒരു ആ ഇന്റൻസിറ്റി ഒന്നും അവര് കളിയിൽ ഉണ്ടായിരുന്നില്ല. ബെൽജിയം നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. ബെൽജിയം നല്ല രീതിയിൽ വളരെ ഗ്രാജുവലി ഇവോൾവ് നല്ല ഭംഗിയുള്ള കളി കളിക്കും, നല്ല പാസിംഗ് ഗെയിമാണ്. മാത്രല്ല ഇപ്പോ നമ്മുടെ ഫ്രാൻസ് കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചിട്ടുള്ളത് ബെൽജിയമാണ് വേൾഡ് കപ്പിൽ. അതുകൂടി ഇന്നലെ ഇപ്പം സ്റ്റാർട്ടിങ്ങിൽ KDBയും ഡോക്കും ഒന്നും ഇല്ലാത്ത ലെവനാണ് ഒരു ഫീൽഡ് കൂടി നോക്കണം, അവരുടെ ഒരു കോൺഫിഡൻസ് കൂടി കാണിക്കുന്ന ഒരു കാര്യമായിരുന്നു അത്. അതുപോലെ ഇതിപ്പം USA എന്ന് പറയുന്ന ടീം ഈ വേൾഡ് കപ്പിൽ ഇതുവരെ മോശമില്ലാതെ കളിച്ചു വന്നതാണ്. പക്ഷെ ബെൽജിയത്തിന് അവരെ ഒരു തരത്തിലും ഭയക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. മാർച്ച് മാസത്തിലാണെന്ന് തോന്നുന്നു അവർ തമ്മിലുള്ള ആ ഒരു മത്സരം 5 ഗോളുകളാണെന്ന് ബെൽജിയം USA വലയിലേക്ക് അടിച്ചു കയറ്റിയത്. അപ്പോൾ പിന്നെ അത് അത്രയൊക്കെ ഉള്ളൂ. പക്ഷേ വേറൊരു കാര്യം കൂടിയുണ്ട്, ഈ ഒരു സാഗ, ഈ റെഡ് കാർഡ് സാഗ USA ആ ഒരു കോൺസെൻട്രേഷൻ ഒരു ഡിസ്ട്രാക്ഷനൊക്കെ വരുത്താനുള്ളൊരു സാധ്യത കൂടി ഉണ്ട്. എന്നാലും അത് പൊച്ചറ്റിനോട് ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ഈ മാച്ചിന് അങ്ങ് പ്രിപ്പയർ ചെയ്ത് പോയി എന്നല്ലാതെ ഇതിലൊന്നും ഞങ്ങൾ ഇടപെട്ടിട്ടില്ല, അത് അസോസിയേഷനാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്തത്. പിന്നെ ഒരു പ്ലെയർ അവൈലബിൾ ആണ് എന്ന് പറഞ്ഞപ്പോൾ അയാളെ കളിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പ്രസിഡന്റ് പറഞ്ഞതിന് എനിക്ക് കമൻ്റ് ഒന്നും പറയാനില്ല, അത് ഫിഫയുടെ തീരുമാനം, ഞങ്ങൾ കളിപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പം അത് USA പ്രിപ്പറേഷൻ അത് ഡിസ്ട്രാക്ട് ചെയ്തിട്ടുണ്ടാവില്ല, ഇങ്ങനെ ഒരു ഇയാളെ കളിപ്പിക്കാൻ പറ്റും ഇല്ലേ, ലോകം മുഴുവൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നു, വേൾഡ് അഗെയിൻസ്റ്റ് USA എന്നുള്ള രൂപത്തിലാണ് ഇന്നലെ ഉണ്ടായിരുന്നതെന്നുള്ളതാണ്. അല്ല, അത് ഡിസ്ട്രാക്ഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ടീം പ്രഖ്യാപിക്കപ്പെട്ടു, 11 അവസ്ഥ ബലോഗൺ ടീമിൽ വന്നു, പിന്നെ ബാക്കിയുള്ളത് പ്രകടമാകുന്നത് ഗ്രൗണ്ടിലാണ്. ഗ്രൗണ്ടിൽ പിന്നെ കളിക്കുക എന്നുള്ളത് അവിടെ ടീമിന്റെ ഒരു ഇതാണ്, ഒരു ആക്ച്വലി എന്താ പറയുക റെസ്പോൺസിബിലിറ്റിയാണ്. അത് ഗ്രൗണ്ടിൽ പ്രകടമായില്ലല്ലോ എന്നുള്ളതാണ്. മറ്റുള്ള ഏതൊക്കെ ഫാക്ടറികൾ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിലും കളിയിലാണ് ആക്ച്വലി അത് പ്രകടമാകേണ്ടത്. അതെ, പ്രിപ്പറേഷനിൽ ഡിസ്ട്രാക്ഷൻ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഒരു ഇഷ്യൂ. കാരണം ഇയാളെ കളിപ്പിക്കാൻ പറ്റൂല്ലേ, കാരണം അപ്പീൽ കൊടുക്കുന്നു, കളിയുടെ 24 മണിക്കൂർ മുമ്പ് അപ്പീൽ കൊടുക്കുന്നു, 12 മണിക്കൂർ മുമ്പ് മാത്രം അതിനൊരു തീരുമാനം വരുന്നു. അപ്പം അത് ഇയാളെ കളിപ്പിക്കാൻ പറ്റൂല്ല എന്നൊരു ഉറപ്പില്ലാത്തൊരു സ്ഥിതിവിശേഷത്തിലേക്ക് അവിടെ പോയി, ഒരു 12 മണിക്കൂർ മുമ്പ് വരെ. അപ്പൊ ആ പ്രിപ്പറേഷൻ ഒരു പക്ഷേ ഉണ്ടാവാന്ന് പറയാം. എന്നാലും അത് ബെൽജിയം വളരെ കൃത്യമായ രൂപത്തിൽ ഹാൻഡിൽ ചെയ്തു അല്ലേ. അപ്പം തീർച്ചയായിട്ടും അപ്പോൾ ഇനി നമുക്ക് ഇന്ന് അർജന്റീനയുടെ കളിയുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പ്രിവ്യൂ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം.